മലപ്പുറം കൂരിയാട് ദേശീയപാത റോഡ് ഇടിഞ്ഞ അപകടം സർവീസ് റോഡാണ് ഇടിഞ്ഞത്. ഇതിന് പിന്നാലെ പുതിയ 6 പാതയുടെ ഭാഗവും സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു. റോഡ് ഇടിഞ്ഞതോടെ 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. വിശദാംശങ്ങളുമായി ചേതൻ സാജൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ചേതൻ, എന്താണ് സംഭവം? നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? വിനിഷ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മലപ്പുറത്ത് ഈ നിർമ്മാണത്തിനിടെ ദേശീയപാത 66 ഈ സർവീസ് റോഡാണ് ഇടിഞ്ഞ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ ജില്ലയിലെ കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലുള്ള സർവീസ് റോഡാണ് തകർന്നു വീണത്. ഈ റോഡ് തകർന്നതിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസകരമാണ്. ഈ കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ഈ ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. സർവീസ് റോഡിൽ യാത്ര ചെയ്തിരുന്ന കാറിന്റെ മുകളിലേക്കാണ് ഈ 6 പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. എങ്കിൽ കൂടിയും കാറിന് സാരമായ കേടുപാടുകൾ പറ്റിയെങ്കിലും ഇതിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. 3 കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 കാറുകൾക്ക് മുകളിലാണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ഒരു കാർ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് പുറത്തെടുക്കാനുള്ള നടപടികളൊക്കെ ഇവിടെ ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ അപകടം മൂലം കനത്ത പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. അത് വ്യക്തമാണല്ലോ ചേതൻ. കാരണം ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഏത് റോഡ് നിർമ്മിക്കുകയാണെങ്കിലും അതിന്റെ സുരക്ഷയെല്ലാം ഉറപ്പാക്കി തന്നെയേ ഗതാഗത യോഗത്തിന് തുറന്നു കൊടുക്കാറുള്ളൂ, വിട്ടുകൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴണമെങ്കിൽ അതിലൊരു സുരക്ഷാ വീഴ്ചയുണ്ട്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെക്കുറിച്ച് അവർ പ്രതിഷേധം ഉന്നയിക്കുന്നതിൽ കൂടുതൽ അതെ വിനിഷ, അവരുടെ പ്രതിഷേധം വളരെ ന്യായമാണ്. കാരണം ഈ ദേശീയപാതയിലാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പണിയുന്ന ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ആർക്കും പരിക്ക് പറ്റാതിരുന്നത്. ദേശീയപാതയുടെ ഈ NHന്റെ സൈഡിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്ന് ഈ വാർത്ത അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും ശക്തമായ പ്രതിഷേധമാണ് NHA ദേശീയപാത അതോറിറ്റിക്കെതിരെ ഇവർ ഉയർത്തിയത്. കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ ബലക്ഷയമൊക്കെ ഇനി പരിശോധിക്കും എന്നൊക്കെയാണ് NHA അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ഥലത്തെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഗതാഗത സ്തംഭനം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ VK പടിയിൽ നിന്ന് മമ്പുറം വഴി കക്കാട് വഴി പോകേണ്ടതെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകിയ നിർദ്ദേശം. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം NHAക്കെതിരെ ഉയരുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിർമ്മാണ പ്രവൃത്തി ഇത്ര ഗുരുതരമായ നിർമ്മാണ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്ന് NHA മറുപടി പറഞ്ഞേ തീരൂ. വിനിഷ. ശരി, ചേതൻ സാജനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം കൂരിയാട് ദേശീയപാത റോഡിലാണ് അപകടം. സംരക്ഷണ ഭിത്തി ദേശീയപാത റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതിന് പിന്നാലെ 6 പാതയുടെ ഭാഗവും സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. റോഡിലേക്ക് ഇടിഞ്ഞു വീണതോടെ 2 കാറുകളും അപകടത്തിൽപ്പെട്ടു. ആളപായമില്ല എന്നാണ് ചേതൻ സാജൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.